നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് മത്സ്യബന്ധനത്തിനിടെ കടലിൽ തെറിച്ചു വീണ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തളിക്കുളം എരണായെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം ആഘോഷിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വലപ്പാട് സ്കൂളിൽ വിജയാഘോഷം നടത്തി. വാർത്തകൾ വിശദമായി. മത്സ്യബന്ധനത്തിനിടെ കടലിൽ തെറിച്ചു വീണ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. 53 വയസ്സുള്ള ഏത്തായി ഏങ്ങണ്ടിയൂർ കരിപ്പയിൽ വിജീഷിനെയാണ് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായത്. മത്സ്യബന്ധനത്തിനിടെ വിജീഷ് കടലിൽ തെറിച്ചു വീഴുകയായിരുന്നു. ചേറ്റുവ അടിയിൽ നിന്നും പടിഞ്ഞാറ് മാറി അഞ്ചങ്ങാടി വളവിന് പടിഞ്ഞാറ് 10 കിലോമീറ്റർ അകലെ വെച്ചാണ് വിജീഷ് കടലിൽ വീണതെന്ന് ഒപ്പമുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഫിഷറീസ് വകുപ്പും കോസ്റ്റൽ പോലീസ് ടീമും തെരച്ചിൽ നടത്തിവരികയാണ്. ബുധനാഴ്ച പുലർച്ചെ 4 മണിക്കാണ് ഫൈബർ ബോട്ടിൽ സംഘം മത്സ്യബന്ധനത്തിന് പോയത്. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി BJPയിൽ ചേർന്നു. 4 വർഷത്തിലേറെ തൃപ്പയാർ ക്ഷേത്രം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു. അനുഗ്രഹ കുട്ടൻ എന്ന പുന്നാട്ട് നാരായണൻകുട്ടിയാണ് BJPയിൽ അംഗത്വമെടുത്തത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. BJP മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷനായി. BJP ജില്ലാ സെക്രട്ടറിമാരായ EP ഹരീഷ് മാസ്റ്റർ, സജിനി മുരളി, EP ജാൻസി, സംസ്ഥാന കൗൺസിൽ അംഗം AK ചന്ദ്രശേഖരൻ, മണ്ഡലം സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് സുജിത്, ഉണ്ണിമോൻ, രശ്മി ഷിജോ, ലാൽ ഊണുങ്ങൽ, ഷാജി പുളിക്കൽ, KS സുധീർ, വാർഡ് മെമ്പർമാരായ അംബിക ടീച്ചർ, സനി രാജു, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PT ശ്രീകുട്ടൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേരള മാസകലം ഇന്ന് നിരവധി ആളുകൾ മറ്റ് പ്രസ്ഥാനങ്ങളിൽ ദീർഘകാലമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള നിരവധി നേതാക്കന്മാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം BJP അംഗത്വം സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിന് തുടക്കം കുറിച്ചത് അട്ടപ്പാടിയിൽ നിന്നാണ്. അവിടുത്തെ ഏരിയ സെക്രട്ടറി രാമകൃഷ്ണേട്ടൻ BJPയിൽ ചേർന്നു. അതിനുശേഷം ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകനായിട്ടുള്ള റെജി ലൂക്കോസ് BJPയിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം ദേവികുളത്ത് 3 തവണ MLA ആയിരുന്ന S രാജേന്ദ്രൻ BJP മെമ്പർഷിപ്പ് സ്വീകരിച്ചു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ കേരള മാസകലം ഭാരതീയ ജനതാ പാർട്ടി അണിചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ കേരളത്തിന്റെ രക്ഷയ്ക്ക് ഇനി ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ എന്നുള്ളത് വിവരവും വിദ്യാഭ്യാസമുള്ള നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തളിക്കുളം എരണായെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പ്രകാശൻ തന്ത്രി, ക്ഷേത്ര മേൽശാന്തി ധനേഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂജകൾക്ക് ശേഷം 5 ആനകൾ അണിനിരുന്ന പ്രഭാത ശിവേലി, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയും ഉച്ചതിരിഞ്ഞ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പൂരം വരവും ഉണ്ടായി. തുടർന്ന് 9 ആനകൾ നിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ മച്ചാട് ജയറാം ഭഗവതിയുടെ തിടമ്പേറ്റി. പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം അകമ്പടിയേകി. വൈകിട്ട് ദീപാരാധന, വർണ്ണമഴ, തായമ്പക എന്നിവയും ഉണ്ടായി. പ്രസിഡന്റ് പ്രിൻസ് മദൻ, സെക്രട്ടറി EB ഗുണശീലൻ, വൈസ് പ്രസിഡന്റ് EVN പ്രേംദാസ്, ജോയിന്റ് സെക്രട്ടറി സ്മിത്ത് EVS, ട്രഷറർ ഷൈജു ES എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
തളിക്കുളം എരഞ്ഞെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് തളിക്കുളം സർദാർ സൗഹൃദ കൂട്ടായ്മയുടെ പൂരം വരവ് നടന്നു. സർദാർ കൂട്ടായ്മ പരിസരത്ത് നിന്ന് ആരംഭിച്ച പൂരം വരവിൽ ചിന്തുപാട്ട്, കാവടി, ശിങ്കാരിമേളം, തമ്പോലം എന്നിവയുടെ അകമ്പടിയോടുകൂടി ഗജവീരൻ വിനായകൻ പൂരം എഴുന്നള്ളി. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, വാർഡ് മെമ്പർ ഷമീർ നാലകത്ത് എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. രക്ഷാധികാരികളായ സുഗതൻ മാസ്റ്റർ, സന്തോഷ്, പ്രസിഡന്റ് ലത്തീഫ് രായം മരക്കാർ, സെക്രട്ടറി സോണി കോഴിപ്പറമ്പിൽ, ട്രഷറർ ആനന്ദൻ കുറുവത്ത്, കൂട്ടായ്മ അംഗങ്ങളായ അജീബ്, ഫർഷാദ്, ഷാജി, ആസാദ്, മുഹമ്മദ് അലി, ബഷീർ, ഷജീർ, രാജു, സാഗർ, നജീബ്, രാമനുണ്ണി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തളിക്കുളം SNV UP സ്കൂളിൽ അന്നദാനവും ഉണ്ടായിരുന്നു. രാത്രി വർണ്ണമഴയും നടന്നു. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തൃപ്പയാർ പന്നിപ്പുലത്ത് ശ്രീ അന്നപൂർണേശ്വരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പായസപൂജയും കളമെഴുത്തുപാട്ടിനും തുടക്കമായി. ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ദൈവത്തിന് കളം, ഉച്ചയ്ക്ക് മുത്തപ്പന് കളം, വൈകിട്ട് ദീപാരാധന, പായസപൂജ, തുടർന്ന് ഭദ്രകാളിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി ജിനേഷ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് PG സിദ്ധാർത്ഥൻ, സെക്രട്ടറി PK സുരേഷ് ബാബു, ട്രഷറർ PS ജഗദീശൻ, വൈസ് പ്രസിഡന്റ് PB സതീശൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കാഞ്ഞാണി ചുള്ളിപ്പറമ്പിൽ ഇട്ടിരി മുത്തപ്പൻ ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ഉപദേവന്മാർക്ക് കലശാഭിഷേകം, ശീവേലി, ഭഗവതിയുടെ കളം, ഉച്ചപൂജ, തുടർന്ന് പ്രസാദോട്ട് എന്നിവ നടത്തി. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, ക്ഷേത്രം ശാന്തി വിനീത് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 3 മണിക്ക് പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടുകൂടിയ എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, ഭഗവതിയുടെ രൂപക്കളം, തുടർന്ന് രാത്രി എഴുന്നള്ളിപ്പ്, ഗുരുതിപൂജ, മംഗളപൂജ എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് CG ജയരാജ്, സെക്രട്ടറി CP റോഷൻ, ട്രഷറർ CK ശശിധരൻ, രക്ഷാധികാരി CK ദിവാകരൻ, CK രവീന്ദ്രൻ, CP ബൈജു, CL ഹിതേഷ്,
CP റോബിൻ, CS സജീവൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി അസീസി നഴ്സറി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ വളരെ സരളമായ ഭാഷയിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എങ്ങനെ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഒരു കഥയിലൂടെയാണ് ഇതൊക്കെ വിശദീകരിച്ചത്. കഥയിലൂടെ വിശദീകരിക്കുമ്പോൾ കുട്ടികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ള പഠന രീതികളാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതിനെ പറ്റിയ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ തന്നെ അടങ്ങുന്ന ഒരു നല്ല സമൂഹമാണ് ഇവിടെയുള്ളത്. ഇവരെ ടീച്ചർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മളെ കുട്ടികളെയൊക്കെ വളർത്തിയെടുത്ത് നമ്മുടെ സമൂഹത്തിനുതകുന്ന ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിരവധിയായിട്ടുള്ള വാടാനപ്പള്ളിക്കാർക്ക് യു സ്കൂളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ അസീസി സ്കൂള് 20 വർഷത്തോളമായി ഇവിടെ ഇങ്ങനെ നെടുനീർന്നിങ്ങനെ നിൽക്കുകയാണ്. നമ്മളുടെ വാടാനപ്പള്ളിക്ക് ഒരു തിലകക്കുറിയായിട്ട് അത് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുരുന്നുകളെയും വർണ്ണാഭമായിട്ടുള്ള ഒരു ലോകത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പോലെയാണ് നമുക്കിവിടെ എത്തുമ്പോൾ തോന്നുക. അവരുടെ ആദ്യത്തെ പരിപാടി കണ്ടപ്പോൾ തന്നെ അവരുടെ കഴിവും അവരുടെ നേട്ടങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുമക്കൾക്കും അവരെ ഈ പരിപാടിയിൽ അണിയിച്ചൊരുക്കുകയും അവരെ ഈ പരിപാടിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി നിർണായകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മുഴുവൻ പേരെയും RCUP സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചെർമൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ശോഭ ജെയിംസ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ സുജിത്, സ്കൂൾ മാനേജർ സിസ്റ്റർ ട്രെസി, RCUP സ്കൂൾ പ്രധാന അധ്യാപകൻ ഷാജി ജോർജ്, ജോസഫ് പള്ളിക്കുന്നത്ത്, ഫ്രാൻസിസ് നെല്ലിശ്ശേരി, ദിനേശ് രാധാകൃഷ്ണൻ, രേഷ്മി ബിജോയ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചന്ദ്രപ്പിനി SN വിദ്യാഭവനിലെ KG ഓഡിറ്റോറിയത്തിൽ വെച്ച് തൃശൂർ സെൻട്രൽ സഹോദയ കരാത്ത ചാമ്പ്യൻഷിപ്പ് നടന്നു. TCS പ്രസിഡന്റും അന്തിക്കാട് ശ്രീസായി വിദ്യാപീഠത്തിലെ പ്രിൻസിപ്പളുമായ ഡോക്ടർ ബിനു കെ രാജ് ഉദ്ഘാടനം ചെയ്തു. SN വിദ്യാഭവൻ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, SNE&C ട്രസ്റ്റ് സെക്രട്ടറി MS പ്രദീപ്, ട്രഷറർ TS വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു. ഏഷ്യൻ റഫറിയും ഏഷ്യൻ കരാട്ടെ ഫെഡറേഷനിലെ അക്രഡിറ്റഡ് കോച്ചുമായ മധു വിശ്വനാഥ് വ്യക്തിത്വ വികസനത്തിൽ കരാട്ടയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരണം നടത്തി. 20ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ PV സുദീപ് കുമാർ, വിവിധ സെക്ഷൻ ഹെഡ് മിസ്ട്രസ്മാരായ സുലജ NK, സന്ധ്യ പ്രജോദ്, മിനി LP, ഹേമ ദിനേശ്, വിവിധ കരാട്ട അസോസിയേഷൻ റഫറിമാരായ നജു ഇസ്മയിൽ, രാജൻ, ശ്രീജൻ, ശിവാജി, ബെന്നി, ടോമി, KG വിഭാഗം HM, ലെനിയ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. The students are of very high caliber of Thrissur Central Sahodaya. All the students are very good. So why don't we change it into a 2 days program next year? So let us discuss the matter. Let us come out with a more, what I can say, challenging competition next year. And I would like to extend my warm wishes to all of you who are participating for this program. And I would like to tell you one particular thing. Each kick what you give today, each stance what you give today shows your hard work and dedication and commitment and perseverance what you had for the practice, years of practice what you had done.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തളിക്കുളം ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്ത് ബ്ലോക്ക് പ്രതിനിധികളുടെ ജനപ്രതിനിധി സംഗമം സംഘടിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ ചേർന്ന യോഗം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹികമായ സ്വസ്ഥത പ്ലസ് പാരിസ്ഥിതികമായ സന്തുലനം സമം സുസ്ഥിര വികസനം, ഇംഗ്ലീഷിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതാണ് യഥാർത്ഥത്തിൽ ഓരോ ഗ്രാമപഞ്ചായത്തിനും വേണ്ട വികസന സങ്കല്പം. അപ്പോൾ ഈ വികസന സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാൻ ജനാധിപത്യ മൂല്യങ്ങളെ വികസിപ്പിച്ച് ശ്രമിക്കണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ ടി കെ തിലകൻ അധ്യക്ഷനായി. എം എ സിബു, സേവ്യർ പുലിക്കോട്ടിൽ, പി എ തങ്കച്ചൻ, സി എം നൌഷാദ്, ഇർഷാദ്, സി ബി സുധ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പി രമേശ്വരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ഓട്ടോ ഡ്രൈവർക്ക് റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയ 1 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പെരുങ്ങോട്ടുകര സ്വദേശി സമിലിന് ചാടൂർ മച്ചുംപുറം കിഴക്കുഭാഗത്തുള്ള വഴിയിൽ നിന്നാണ് മാല ലഭിച്ചത്. ഉടൻ തന്നെ സുഹൃത്തുക്കളായ ടി വി ദിബു, വി ബി വിവേക് എന്നിവരോടൊപ്പം അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി മാല പോലീസിന് കൈമാറി. മാലയുടെ അവകാശികൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലോ 9539578688 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. എടത്തിരുത്തി പത്താരത്ത് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ ദേവിക്ക് പൂജയും നാഗദൈവങ്ങൾക്ക് പാലും നൂറും കൊടുക്കലും നടന്നു. തന്ത്രി മിഥുൻ രാമചന്ദ്രൻ, ആദർശ് ശാന്തി എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് ചേർപ്പ് ഭാരതി പുള്ളുവൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ അഷ്ടനാഗക്കളവും ഉണ്ടായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി തൃശൂർ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയബേരി മുഴക്കി ആഹ്ലാദ പ്രകടനം നടത്തി. വിദ്യാർത്ഥികളും അധ്യാപകരും PTA, SMC, MPTA അംഗങ്ങളും രക്ഷിതാക്കളും ചേർന്ന് സംഘടിപ്പിച്ച ഘോഷയാത്ര സ്കൂൾ പ്രിൻസിപ്പാൾ PS സാവിത്രി, ഹെഡ്മിസ്ട്രസ്
TG ഷീജ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ PS സിനി, PTA പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട്, MPTA പ്രസിഡന്റ് ഇന്ദു രാജേഷ്, SMC ചെയർപേഴ്സൺ സരിത രാജു എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. അധ്യാപകരായ മിനി, കൃഷ്ണവേണി, സുദർശിനി, ബേബി, സജീന, ബിജു, അരുൺ, ജിനി, ബിന്ദു, ഡാഗി, സുമി, രമ്യ, നികിത, ശ്രീരാഗ്, അജിലി, മിഷ, സീത, SMC അംഗം റിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വലപ്പാടും പരിസരത്തുമാണ് വിജയഘോഷയാത്ര നടത്തിയത്. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പ്രധാന ചടങ്ങായ ശ്രീകോവിലിൻ്റെ ഉത്തരം വെപ്പ് ഫെബ്രുവരി 1 ഞായറാഴ്ച രാവിലെ 7:50-നും 9:00-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ, സിനിമ, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും. ഉത്തരവെപ്പിൻ്റെ ഭാഗമായി 24, 25, 26, 27 തീയതികളിലായി 80ഓളം ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്ന വിളംബര ഘോഷയാത്രയുടെ ഉദ്ഘാടനം പുള്ള് കാർത്തികേയനി ക്ഷേത്രത്തിൽ വെച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ നിർവഹിക്കും. ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രം തന്ത്രി ചെറുകുന്നുമന വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗൃഹശാന്തി പൂജ, വാസ്തുപൂജ, ഭഗവത് സേവ എന്നിവയും ഉണ്ടാകും. പഴുവൻ ദേവസ്വം ഓഫീസർ PU നന്ദനൻ, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, മാതൃവേദി പ്രസിഡന്റ് വിജയ പ്രഭാകരൻ, വൈസ് പ്രസിഡന്റ് AB ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി NI രാധാകൃഷ്ണൻ, ഇൻഫർമേഷൻ ഓഫീസർ തുളസി മോഹനൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മൾ ഒരു വിളംബര ഘോഷയാത്ര നടത്തുന്നുണ്ട്. അതായത് ഈ ശ്രീകോവിലിൻ്റെ മോഡലും പിന്നെ നമ്മുടെ കൊടിമരത്തിൻ്റെ മോഡലും വെച്ചിട്ട് നമ്മൾ ഈ ചാഴൂർ പഞ്ചായത്തും പിന്നെ ചാഴൂർ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു പഞ്ചായത്തുകളിലെ സ്ഥലങ്ങളിലും, അതായത് ക്ഷേത്രങ്ങളും പൊതുക്ഷേത്രങ്ങളും പിന്നെ നമ്മളുടെ കുടുംബക്ഷേത്രങ്ങളും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു 85ഓളം ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതം, അഷ്ടപതി, സംസ്കൃത ആലാപനം എന്നിവയിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ കൃഷ്ണദേവ് ദിലീപ് കുമാറിനെ താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വസതിയിലെത്തി അനുമോദിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VK സുശീലൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, CMP ജില്ലാ കമ്മിറ്റി അംഗം PB രമേശ്, കോൺഗ്രസ് നേതാക്കളായ ഹബീബുള്ള, KR ജോഷി, വിജയലക്ഷ്മി, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും കിഴപ്പിളിക്കര മൂത്രത്തിപ്പറമ്പിൽ ദിലീപ് കുമാറിൻ്റെയും സുനിതയുടെയും മകനാണ് കൃഷ്ണദേവ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നി. ആ കുട്ടി വളരെ അധികം ഉയരങ്ങളിൽ എത്തിച്ചേരും എന്നവിടെ പലരും അഭിപ്രായപ്പെടുകയുണ്ടായി. ഇത്ര ചെറുപ്പത്തിൽ തന്നെ മത്സരിച്ച 3 ഇനങ്ങളിലും A ഗ്രേഡ് നേടി എന്ന് പറയുമ്പോൾ വളരെ മഹത്തായ ഒരു കാര്യമാണ്. വലപ്പാട് ഉപജില്ലയിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്ക് ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ KV അമ്പിളി യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണവും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിർവഹിച്ചു. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ ഷാജി ജോർജ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം BPC TV ചിത്രകുമാർ, മതിലകം BPC പ്രശാന്ത് NC, ഉപജില്ലാ വികസന സമിതി ഭാരവാഹികളായ ശ്രീജ മൗസമി, TV വിനോദ്, AA ജാഫർ, ഹെഡ്മാസ്റ്റേഴ്സ് ജോയിന്റ് കൺവീനർ CK ബിജോയ് എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാന അധ്യാപകരായ റീന തോമസ്, NV ജ്യോതി, സിന്ധു PV, ബിന്ദു PB, ജ്യോതി, ശ്രീവേണി, റാണി KG, ഡോളി KR, PN നിത്യകല, TG സുജാത എന്നിവർ സംസാരിച്ചു.
അന്തിക്കാട് തണ്ടിയേക്കൽ ശ്രീകാളി ചാത്തൻ സേവാമഠത്തിൽ മകരച്ചൊവ്വ ഉത്സവവും തിറവെള്ളാട്ട് കർമ്മവും ഭക്തിസാന്ദ്രമായി. രാവിലെ നട തുറക്കൽ, ഗണപതി ഹോമം, മുരുകൻ അഭിഷേകം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശീവേലി, മഠത്തിൽ പ്രത്യേക പൂജകർമ്മം, തിറമണ്ണാർക്ക് മഠത്തിൽ വരവേൽപ്പ് എന്നിവ നടന്നു. ശേഷം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 3 ആനകളോടുകൂടിയ എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് മഠത്തിലേക്ക് പുറപ്പാട് നടന്നു. 50-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പാണ്ടിമേളം അരങ്ങേറി. പെരുവനം പ്രകാശന്മാരാർ പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയ്ക്ക് പ്രാമാണികത്വം വഹിച്ചു. സേവാധിപൻ മാക്കു കണ്ണപ്പൻ മുത്തപ്പന് രൂപക്കളം എഴുത്താരംഭം നടന്നു. രാത്രി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സന്ധ്യപൂജ, മഠത്തിൽ ദീപാരാധന എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് ശ്രീ ചാത്തൻ സ്വാമിയുടെയും ഭദ്രകാളിയുടെയും പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടന്നു. തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്മാരക തൃശൂർ ജില്ലാതല ചിത്രരചനാ മത്സരം ഫെബ്രുവരി 7 ശനിയാഴ്ച രാവിലെ 10:30 തൃപ്രയാർ NES കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കും. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പെൻസിൽ ഡ്രോയിങ് ഇനത്തിലും 5 മുതൽ 8 വരെ വാട്ടർ കളർ ഇനത്തിലുമാണ് മത്സരം. 9846667651 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യാം. നമ്പർ ഒരിക്കൽ കൂടി 9846667651. ഓരോ വിഭാഗത്തിനും 1, 2, 3 സ്ഥാനങ്ങളിലായി 5000, 3000, 2000 രൂപ വീതം ക്യാഷ് പ്രൈസ് നൽകുന്നതാണ്. തളിക്കുളം ബ്ലാങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 26, 27, 28, 29 തീയതികളിൽ ആഘോഷിക്കും. ജനുവരി 26 കാലത്ത് 10 മണിക്ക് നാഗരാജാവിന് കളം, വൈകിട്ട് 7 മണിക്ക് നാഗയക്ഷിക്ക് കളം, 27 മുത്തപ്പൻ ദേവി വിഷ്ണുമായ കളം, 28 വൈകിട്ട് 4 മണിക്ക് കലാപരിപാടി, ജനുവരി 29 ഉത്സവ ദിവസം രാവിലെ ഗണപതി ഹവനം, ശീവേലി, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, തായമ്പക എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ചാവക്കാട് മത്സ്യബന്ധനത്തിനിടെ കടലിൽ തെറിച്ചു വീണ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തളിക്കുളം എരണാകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം ആഘോഷിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വലപ്പാട് സ്കൂളിൽ വിജയാഘോഷം നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.